നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രേംചന്ദിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത് ജയശങ്കർ പ്രസാദിനെ കുറിച്ചാണ്. JLT സെക്കൻഡ് മൊഡ്യൂളിൽ കുറേ സാഹിത്യകാരന്മാരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ടോപ്പിക് വരുന്നുണ്ടായിൽ. ഭാരതേന്ദു, അതുപോലെ തന്നെ മഹാവീർ പ്രസാദ് ദ്വിവേദി, മൈഥിലി ശരൺ ഗുപ്ത, ജയശങ്കർ പ്രസാദ്, പ്രേംചന്ദ്. ഇവരിൽ നമ്മൾ പ്രേംചന്ദ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ജയശങ്കർ പ്രസാദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം 1889 1889 ഉത്തർപ്രദേശ്, വാരണാസി. പിതാ ദേവി പ്രസാദ്, മാതാ മുന്നി ദേവി. മൃത്യു 1937. ഉപനാം, അദ്ദേഹത്തിൻ്റെ ഉപനാം ഏതൊക്കെയാണെന്ന് നോക്കാം. ബച്പൻ കാ നാം ജാർഖണ്ഡി എന്നാണ്. ആധുനിക് കവിത കെ സുമേരു എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഛായാവാദക ജനക് ഇലാചന്ദ്ര ജോഷി ഓർ ഗണപതി ചന്ദ്ര, ഇവർ രണ്ടുപേരും പറഞ്ഞത് ആരാണ്? ഛായാവാദക ജനക് പ്രസാദാണ്. അതുപോലെ തന്നെ കലാധർ ബ്രജു ഭാഷാമേം കവിതായം ലിഖ്തേ ഥേ. അപ്പോൾ അദ്ദേഹം ബ്രജ് ഭാഷയിൽ കവിത എഴുതിയിരുന്നത് ഏത് പേരിലാണ്? കലാധർ. ഇനിയും ഭാരതീയ സംസ്കൃതി കാ പുനരുദ്ധാരക് ഭി കഹാ ജാത്താ ഹേ, ഛായാവാദക ബ്രഹ്മ എന്നീ പേരുകളിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? പ്രസാദ് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് 3 ഗുരുക്കന്മാരാണ്. എനിക്ക് ദീൻ ഗുരു थे. ആരൊക്കെയാണ്? മോഹിനി ലാൽ ഗുപ്ത സംസ്കൃത का ज्ञान प्राप्त किया था. रसमय सिद्ध अध्यात्म का ज्ञान प्राप्त किया था. दीनबंधु मिश्र इतिहास का ज्ञान प्राप्त किया था. ഇനി അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉनकी रचनाएं उर्वशी, वन मिलन, प्रेम राज्य, अयोध्या, उद्धार, शोकोच्छ्वास, कानन कुसुम, प्रेम पथिक, महाराणा का महत्व, चित्राधार, करुणालय, झरना, आंसू, लहर, कामायनी. അടുത്തത് राम स्वरूप चतुर्वेदी के अनुसार इनकी प्रथम कविത സാവൻ പഞ്ച് 1906 പ്രകാശനം ചെയ്ത സാവൻ പഞ്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രഥം കവിത എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഭാരതേന്ദു പത്രികാമയും പ്രകാശിത് ഹുയി, കലാധർ ഉപനാംസയാണ് ഇത് എഴുതിയത്. അതുപോലെ തന്നെ പ്രഥം ഛായാവാദി കവിത പ്രഥം പ്രഭാത് എന്നാണ് 1913 ഝർണയിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. പ്രഥം ഛായാവാദി കാവ്യ സംഗ്രഹ ഝർണ, ഇसे ഛായാവാദി की प्रयोगशाला का प्रथम आविष्कार कहा जाता है. प्रथम पुस्तक की रचना है उर्वशी. ചമ്പു കാവ്യ ഹേ, ഗദ്യപദ്യ മിശ്രിത രചനയാണ് നമ്മൾ ചമ്പു കാവ്യ എന്ന് പറയപ്പെടുന്നത്. ഘടി ബോലിമേം ലിഖിത പ്രഥം കാവ്യ സംഗ്രഹ കാനൻ കുസും. ആസു യഹ് ഖണ്ഡകാവ്യ ഹേ. ഇസ്മേം എത്രയാണ്? 133 എന്താണ് ചന്താണ് അതിലുള്ളത്. ഇസെ ഹിന്ദി ക മേഘദൂത് ബി കഹാ जाता है. വിരഹ സ്മൃതി കാവ്യാണിത്. ചിത്രാധാർ ബ്രജ്ഭാഷാമേം രചിത കവിതായം ഹേ. പ്രേംപതിക് എന്താണ്? 1909 ബ്രജ്ഭാഷാമേം ലിഖാ ഹേ. 1914 ഗഡി ബോലിമേം അനുവാദ് കിയ. കരുണാലയ് യഹ് ഹിന്ദി ക പ്രഥം ഗീതി കാവ്യ ഹേ. അപ്പോൾ ഹിന്ദി ക പ്രഥം ഗീതി കാവ്യ പ്രസാദ് എഴുതിയ കരുണാലയാണ്. അതുപോലെ തന്നെ അയോധ്യ ക ഉദ്ധാർ, വൻ മിലൻ, പ്രേം രാജ്, ഇതൊക്കെ എന്താണ്? ചിത്രാധാർ കാവ്യ സങ്കലന്മേം സംകലിത് ഹേ. പിന്നെ ലംബി കവിതകളാണ്. ലഹർ കാവ്യ സങ്കലന്മേം 4 ലംബി കവിതായേം സംകലിത് ഹേ. അശോകി കി ചിന്ത, ഇതൊക്കെയാണ് അശോകി കി ചിന്ത. ഷേർ സിംഗ് ശാസ്ത്ര സമർപ്പൺ, പേഷോള കി പ്രതിധ്വനി. അടുത്തത് പ്രളയ് കി ഛായ. ഇതൊക്കെയാണ് അശോകി കി ചിന്ത, ഷേർ സിംഗ് ശാസ്ത്ര സമർപ്പൺ, പേഷോള കി പ്രതിധ്വനി, പ്രളയ് കി ഛായ. ഝർണ കാവ്യ സങ്കലന്മേൻ 58 കവിതായമേ കവിതകൾ ഉണ്ട്. പ്രേംപതിക് പർ ഗോൾഡ് സ്മിത്ത് കി രചന ഹർമീറ്റ് ക പ്രഭാവ് ഹേ. അടുത്തത് കാമായനി 1936 ആണ്. 1936 എന്നും കാണുന്നുണ്ട്, 1935 എന്നും കാണുന്നുണ്ട്. അപ്പോൾ കാമായനിക്ക് ബാരേമേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കാമായനിക്ക് ബാരേമേ എന്താണ്? കുൽ 15 സർഗ്. എത്രയാണ്? 15 സർഗാണ്. ഇതൊക്കെയാണ് ചിന്ത, ആശ, ശ്രദ്ധ, കാമ, വാസന, ലജ്ജ, കർമ്മ, ഈർഷ്യ, ഇട, സ്വപ്ന, സംഘർഷ്, നിർവേദ, ദർശൻ, രഹസ്യ, ആനന്ദ്. അപ്പോൾ ഇതൊരു കോഡുണ്ട്. ചിന്താശ, ശ്രദ്ധ, കാമവാസന, ലജ്ജ, കർമ്മ, ഈർഷ്യ, ഇട, സ്വപ്ന, സംഘർഷ, നിർവേദ, ദർശൻ, രഹസ്യ, ആനന്ദ്. ഇത് 3 കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ 5 കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതിൽ പ്രഥം സർഗ് എന്ന് പറയുന്നത് ചിന്തയാണ്. സബ്സെ ബഡ സർഗാണ്. അന്തിം സർഗ് ആനന്ദാണ്. ഇത് സബ്സെ ചോട്ടാ ഹേ. യഹ് സബ്സെ ചോട്ടാ ഹേ. അപ്പോൾ സബ്സെ ബഡ സർഗ് ഹേ ചിന്ത,
सबसे छोटा सर्ग है आनंद। इनी कामायनी में मंगलाचरण नहीं हुआ है। इसमें सर्गों का नामकरण मानवीय गणों के आधार पर रखा गया है। अर्थात कथानक शतपथ ब्राह्मण ग्रंथ पर है, मत्स्य पुराण ऋग्वेद से भी लिया गया है। इसका मुख्य संदेश अहिंसा का है। काव्य रूप प्रबंध महाकाव्य। मुख्य छंद त्राटक, यह मात्रिक छंद है। इसमें 30 मात्राएं होती है। इसमें 16 और 14 मात्राएं पर यदि होता है। इस छंद को लावण्य छंद के नाम सभी जाना जाता है। मुख्य रस शांत या निर्वेद, मुख्य दर्शन शैव दर्शन या आनंद दर्शन या സമരസതാവാദ് या പ്രത്യഭിജ്ഞാവാദ്. മുഖ്യ പാത്ര മനു മൻ. ഇത് എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം മനു മൻ, ശ്രദ്ധ ഹൃദയ, ഇട ബുദ്ധി, മാനവ് കുമാർ മാനവ് അല്ലെങ്കിൽ കുമാർ അദ്ദേഹം എന്തിൻ്റെ പ്രതീകമാണ്? മാനവ് ജാതിൻ്റെ പ്രതീകം. കൈലാസ് മാനസരോവർ मुक्तिस्थल का प्रतीक. कामायनी अंतिम कृति है, छायावाद का महाकाव्य है. 1936 में मंगला प्रसाद पारितोषिक. അതുപോലെ തന്നെ शांतिप्रिय द्विवेदी ने कामायनी को छायावाद का उपनिषद कहा है. आचार्यों की विविध मत നമുക്ക് നോക്കാം. കാമായനി ആധുനിക് സഭ്യത का प्रतिध्वनि महाकाव्य എന്ന് പറഞ്ഞത് നാംവർ സിംഹാണ്. കാമായനി एक फैंटेसी है, मुक्तिबोध. मानवता का रसात्मक इतिहास, रामचंद्र शुक्ल और नंद दुलारे वाजपेयी. मानव चेतना का महाकाव्य यह आर्ष ग्रंथ है. मानव चेतना का महाकाव्य है, यह आर्ष ग्रंथ है എന്ന് പറഞ്ഞത് നഗേന്ദ്രാണ്. कामायनी एक असफल कृति है, इंद्रनाथ मताल. नए युग का प्रतिनिधि काव्य है, नंद दुलारे वाजपेयी. कामायनी ताजमहल के समान है, पंद. कामायनी एक रूपक, नगेंद्र. विश्व साहित्य का 8वां महाकाव्य, श्याम नारायण. कामायनी दोष रहित दोष सहित रचना, रामधारी सिंह दिनकर. प्रेम और सौंदर्य का കവി മാനാ ജാता है. ആര്യപ്രസാദ് പ്രേം और സൗന്ദര്യ का കവി എന്ന് അറിയപ്പെടുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഉപന്യാസം ഏതൊക്കെയാണ്? കൻകാൽ, തിത്തലി, ഇരാവതി. ഇദ്ദേഹത്തിൻ്റെ അപൂർണ ഉപന്യാസമാണ് ഏത്? ഇരാവതി. അത് പിന്നെ നിരാലയാണ് കംപ്ലീറ്റ് ചെയ്തത്. അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രഥം കഹാനി ഗ്രാമാണ് 1911 ഹിന്ദു പത്രികയിലാണ് പ്രകാശനം ചെയ്തത്. പ്രഥം കഹാനി സംഗ്രഹ ഛായയാണ്. മറ്റു കഹാനി സംഗ്രഹങ്ങളാണ് ഛായ, പ്രതിധ്വനി, ആകാശദ്വീപ്. അന്തിം കഹാനി സാൽവതി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രമുഖ നിബന്ധ കാവ്യോർ കല തഥാ അന്യ നിബന്ധ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസാദിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കുക, നോട്ട്സൊക്കെ എഴുതി പഠിക്കുക.